പണം ലാഭിക്കാനുള്ള ഒരു ഐഡിയ ആണ് ഈ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പിശുക്കൻ. പണം എങ്ങനെ ലാഭിക്കും? നമ്മുടെ ചിലവ് ചുരുക്കിയിട്ട്. അപ്പോൾ ചിലവെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിലുള്ള ചിലവുകളാണ്. ഒന്ന് ഫിക്സഡ് ആയിട്ടുള്ള ചിലവുകളും ഒന്ന് വേരിയബിൾ ആയിട്ടുള്ള ചിലവുകളും. ഈ ഫിക്സഡ് ആയിട്ടുള്ള ചിലവിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ചിലവ് എന്തായാലും അവിടെ കാണും. അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഈ വേരിയബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകളാണ്. ഈ വേരിയബിൾ എക്സ്പെൻസിനെ നിയന്ത്രിച്ചിട്ട് വേണം നമുക്ക് പണം ലാഭിക്കാൻ. അതിനുള്ള ഒരു ഐഡിയ ആണ് 100-day റൂൾ. ഈ ഒരു റൂളിനെ പറ്റിയിട്ട് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലർക്കും അതിൽ കുറച്ച് സംശയങ്ങളൊക്കെ വന്നു. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. ഈ റൂള് വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കണം: അടുത്ത 100 ദിവസത്തേക്ക് ഈ ഒരു സാധനം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടോ എന്ന്. ഈ ഒരു റൂളും ഈ ഒരു ചോദ്യവും വളരെ സിമ്പിളാണ്. പക്ഷേ ഇത് നമ്മൾ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ 100-day റൂളിനെ കുറിച്ചും ഇത് എങ്ങനെ പ്രയോഗിക്കണം എന്നൊക്കെയുള്ളത് ഞാൻ വിശദമായിട്ട് പറയാം. അതിനു മുമ്പ് ഞാൻ ഫിക്സഡ് എക്സ്പെൻസിനെ കുറിച്ചൊരു കാര്യം പറയാം. ഫിക്സഡ് എക്സ്പെൻസുകൾ പലതും ബില്ലുകളും യൂട്ടിലിറ്റി പേയ്മെൻ്റ് ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രശ്നം, നമ്മളത് പേ ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് ഫൈൻ വരും. അപ്പോൾ നമ്മൾ ഫൈൻ ഇല്ലാതെ ഇത് കൃത്യമായിട്ട് അടച്ചു പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് പൈസ ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഫൈൻ ഇല്ലാതെ മറന്നു പോവാതെ നിങ്ങളുടെ യൂട്ടിലിറ്റി പേയ്മെൻറ്റ് കൃത്യമായിട്ട് അടയ്ക്കാനായിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കില്ലേ? അതിനുള്ള ഒരു ഓപ്ഷനാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ SIB മിറർ പ്ലസ് ആപ്പ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. 94 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ബാങ്കാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. എനിക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. എൻ്റെ ആദ്യത്തെ അക്കൗണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിലായിരുന്നു. ഇപ്പോൾ ഒരു 15 വർഷത്തിൽ കൂടുതലായി ആ ഒരു അക്കൗണ്ട് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്പും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ SIB മിറർ പ്ലസ് ആപ്പ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് 100-ലധികം ബില്ലേഴ്സിനുള്ള യൂട്ടിലിറ്റി പേയ്മെൻറ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഇതിന് പുറമെ നിങ്ങൾക്ക് മൊബൈൽ റീചാർജ്, ഫാസ്ടാഗിൻ്റെ റീചാർജ്, കോളേജ് ഫീസ് വേണമെങ്കിൽ അത് പേ ചെയ്യാം, മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെയൊക്കെ ടാക്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് പേ ചെയ്യാം. പിന്നെ ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ബില്ലറിന് ഒരു തവണ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത തവണ ഈ ഒരു ബില്ലറിൻ്റെ പേയ്മെൻറ്റ് വരുമ്പോൾ ഈ ബില്ല് ജനറേറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മളിത് മറന്നു പോകുന്ന ഒരു കാര്യം അങ്ങനെ അവോയ്ഡ് ചെയ്യാം. ഇതിൽ പേയ്മെൻറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ആപ്പ് ഓപ്പൺ ചെയ്യുക, യൂട്ടിലിറ്റി സർവീസ് എന്നുള്ള സെക്ഷൻ എടുക്കുക, അതിൽ നിങ്ങളുടെ ബില്ലറിനെ സെർച്ച് ചെയ്യുക, ഡീറ്റെയിൽസ് കൊടുക്കുക, പേയ്മെൻറ്റ് ചെയ്യുക. വളരെ എളുപ്പമാണ്. നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും മൊബൈൽ ആപ്പ് വെച്ചാണ് ചെയ്യുന്നത്. കാരണം അതാണ് നമുക്ക് കംഫർട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാങ്കിങ് ആവശ്യങ്ങളെല്ലാം നിങ്ങൾക്ക് SIB മിറർ പ്ലസ് ആപ്പ് ഉപയോഗിച്ചിട്ട് വളരെ കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഓൺലൈനായിട്ട് അക്കൗണ്ട് തുടങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് SIB മിറർ പ്ലസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഈ പറഞ്ഞ യൂട്ടിലിറ്റി പേയ്മെൻറ്റുകളൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 100-day റൂളിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾ എന്ത് സാധനം വാങ്ങുന്നതിന് മുമ്പും ഒരു ചോദ്യം ചോദിക്കുക: അടുത്ത 100 ദിവസത്തിനുള്ളിൽ എനിക്ക് ഈ ഒരു സാധനം കൊണ്ട് ഉപയോഗമുണ്ടോ? ഈ ഒരു ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾക്ക് നോ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സാധനം വാങ്ങരുത്. അപ്പോൾ ഇത് കൂടുതൽ യൂസ് വരുന്നത് എപ്പോഴാണെന്നറിയോ? നമുക്ക് ഈ ഒരു ഓഫറുകൾ വരുമ്പോൾ, സീസണൽ ഓഫർ ചില സമയത്ത് ഓൺലൈൻ സൈറ്റുകളിലെല്ലാം ഒരുമിച്ച് ഓഫർ വരും. എല്ലാ സാധനത്തിനും, വീട്ടിലുള്ള സാധനങ്ങളായിക്കോട്ടെ, നമ്മുടെ ഡ്രസ്സ് ആയിക്കോട്ടെ, ഷൂ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ സാധനത്തിനും ഓഫർ വരും. പിന്നെ നമ്മുടെ സീസണിൽ ഇപ്പോൾ ഓണത്തിനും ക്രിസ്മസിനും ഇയർ എൻഡ് സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഓഫറുകൾ വരും. അപ്പോൾ ഈ സമയത്ത് എല്ലാ സാധനത്തിനും വില കുറവാണ്. അപ്പോൾ നമുക്ക് തോന്നും, ഈ ഒരു സാധനം ഇത്ര വില കുറവല്ലോ, 10,000-ൻ്റെ സാധനം 7,000-ന് കിട്ടുമെങ്കിൽ ഇതൊന്നും വാങ്ങിച്ചാൽ പോരെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തോന്നും എങ്കിൽ പിന്നെ അതൊരെണ്ണം വാങ്ങിയേക്കാം. അപ്പോൾ ഞാൻ അതിലൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്കൊരു വിൻ്റർ ജാക്കറ്റ് വാങ്ങാൻ തോന്നി. നോക്കുമ്പോൾ ഈ തണുപ്പത്ത് ഇടാൻ പറ്റുന്ന ഒരു ജാക്കറ്റ്, അതിന് അത്യാവശ്യം നല്ല റേറ്റ് കുറവിൽ കിട്ടാനുണ്ട്. അപ്പോൾ തോന്നി എങ്കിൽ പിന്നെ അതൊരെണ്ണം വാങ്ങിയേക്കാം. അപ്പോൾ നിങ്ങൾ സ്വയം ഒരു ചോദ്യം ചോദിക്കുക: അടുത്ത 100 ദിവസത്തിനുള്ളിൽ എനിക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തണുപ്പുള്ള എവിടേക്കെങ്കിലും ടൂറ് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് വാങ്ങുന്നത്. പക്ഷേ അടുത്ത 100 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ അങ്ങനെ ട്രിപ്പ് പോകുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു സാധനം വാങ്ങരുത്. ഇപ്പം നിങ്ങൾക്ക് തോന്നും 100 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് യൂസ് ഉണ്ടെങ്കിലോ, എനിക്ക് ആ സമയത്ത് ഞാൻ ഈ മഞ്ഞ് ഉള്ളൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ എനിക്ക് അപ്പം അതെടുത്ത് ഉപയോഗിച്ചിടാൻ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഈ ഒരു റൂൾ പ്രകാരം നിങ്ങൾക്ക് ശരിക്കും കാശ് ലാഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 100 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഉപയോഗമില്ലെന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങളത് വാങ്ങരുത്. ഇനി ചില സമയത്ത് ഈ ഒരു ചോദ്യത്തിന്, അടുത്ത 100 ദിവസത്തിനുള്ളിൽ എനിക്ക് ഉപയോഗമുണ്ടോ എന്ന ചോദ്യത്തിന് യെസ് എന്നുള്ള ആൻസർ കിട്ടും, ഉപയോഗമുണ്ട് എന്നുള്ളൊരു ഉത്തരം കിട്ടും. പക്ഷെ അപ്പോഴും നമ്മളിത് വാങ്ങരുത്. കാരണം ഇവിടെ രണ്ടാമതൊരു ചോദ്യം കൂടിയുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് ഈ 100 ദിവസത്തേക്ക് ഉപയോഗിക്കാൻ, ഈ ഒരു പർപ്പസിന് ഉപയോഗിക്കാൻ വേറെ എന്തെങ്കിലും സാധനം ഇപ്പം നിങ്ങളുടെ കയ്യിലുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ ആ സാധനം വാങ്ങരുത്. ഇത് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇത് കൂടുതലും വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് ചില സാധനം വാങ്ങാനുള്ള ആഗ്രഹം വരുമ്പോഴാണ്.
എപ്പോഴാണ് ആഗ്രഹം വരുന്നത്? നമ്മുടെ ചുറ്റുമുള്ള ചില ആൾക്കാർ, പ്രധാനമായിട്ടും നമ്മുടെ അയൽക്കാർ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ചില ബന്ധുക്കൾ, ഇവരൊക്കെ എന്തെങ്കിലും വാങ്ങുമ്പോൾ നമുക്കൊരു ടെൻഡൻസിയാണ് ഈ ഒരു സാധനം നമുക്കും വാങ്ങിയാലോ എന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മൊബൈൽ ഫോൺ എടുക്കാം. നമ്മുടെ ഒരു കൂടെ ജോലി ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ അയൽക്കാരനോ ആരെങ്കിലും ഒരു നല്ല ഫോൺ വാങ്ങിച്ചു. അപ്പോൾ നോക്കുമ്പോൾ നല്ല ഫോണാണ്, അത്യാവശ്യം പുതിയ ഫീച്ചറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരാഗ്രഹം ഒരു ഫോൺ വാങ്ങിയാലോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമ്മൾ ചോദിക്കുകയാണ്, അടുത്ത 100 ദിവസത്തിനുള്ളിൽ ഈ ഫോൺ കൊണ്ട് എനിക്ക് ഉപയോഗമുണ്ടോ? ഉണ്ട്, മൊബൈൽ ഫോണല്ല, അതിന് എന്തായാലും യൂസ് ഉണ്ട് എന്നാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കണം, ഈ 100 ദിവസത്തേക്ക് ഈ ഒരു പർപ്പസിന്, അതായത് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ വേറെ എന്തെങ്കിലും സാധനം ഉണ്ടോ? അതായത് എൻ്റെ കയ്യിൽ വേറെ മൊബൈലുണ്ടോ? അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ മൊബൈലുണ്ട്, അതിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ആ ഫോൺ വെച്ചിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി നിങ്ങൾ വാങ്ങാൻ പോകുന്ന മൊബൈൽ എന്ന് പറയുന്നത് ഒരു അനാവശ്യ ചിലവാണ്. അപ്പോൾ പിന്നെ ആ ഒരു ഫോൺ നിങ്ങൾ വാങ്ങരുത്. ഇപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഇങ്ങനെ നമ്മൾ ചിലവുകളൊക്കെ കൺട്രോൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിത നിലവാരത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ലല്ലോ, നമ്മളെല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെ ഇരുന്ന് പോവില്ലേ? അപ്പോൾ അതിനുള്ള ഒരു ഉദാഹരണം പറയാം. ഒരു കാറ് വാങ്ങാൻ പോകുന്നു. അപ്പോൾ നമ്മൾ എന്തിനാണ് കാറ് വാങ്ങുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റം, എല്ലാ അപ്പുറം ഇപ്പുറമൊക്കെ കാറുണ്ട്, ഇപ്പം എൻ്റെ മുറ്റത്ത് ഒരു കാറ് കിടന്നാൽ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നു, അടുത്ത 90 ദിവസത്തിനുള്ളിൽ എനിക്ക് ഈ കാറ് കൊണ്ട് ഉപയോഗമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇടയ്ക്ക് ഞാൻ ഈ കാർ ഉപയോഗിക്കും, പക്ഷേ ഡെയിലി യൂസിന് എൻ്റെ ഒരു 2 വീലറാണ്, അതായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇടയ്ക്ക് ഞാൻ ഈ ഒരു കാർ ഉപയോഗിക്കും. സോ ആദ്യത്തെ ചോദ്യത്തിന് തന്നെ നമുക്ക് യെസ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. ഇനി മറ്റൊരു സാഹചര്യം നോക്കാം. നിങ്ങൾ ഇതേപോലെ ഒരു കാർ വാങ്ങാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ബൈക്ക് ഉണ്ട്, ആ ബൈക്ക് ഉപയോഗിച്ചാണ് നിങ്ങൾ ഡെയിലി ജോലിക്ക് പോകുന്നത്, ഇനിയും അങ്ങനെ തന്നെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നു, അടുത്ത 90 ദിവസത്തിൽ നിങ്ങൾക്ക് ഈ കാർ കൊണ്ട് ഉപയോഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, നമ്മൾ ഫാമിലിയായിട്ട് പുറത്ത് പോകുമ്പോൾ ഈ കാർ ഞാൻ ഉപയോഗിക്കും. അടുത്ത ചോദ്യം, ഈ ഒരു ആവശ്യത്തിന് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പകരം വാഹനമുണ്ടോ? പക്ഷേ നിങ്ങൾ കാർ എന്തിനാണ് വാങ്ങുന്നത്? നിങ്ങൾക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ട്, കുഞ്ഞിനെയും കൊണ്ട് 2 വീലർ പോകുന്നത് സേഫ് അല്ല, അതുകൊണ്ട് നിങ്ങളൊരു കാർ വാങ്ങാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നോക്കുമ്പോൾ 2 വീലർ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈക്ക് അതിന് പറ്റിയൊരു വാഹനമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുഞ്ഞിനെയും കൊണ്ട് സേഫ് ആയിട്ടുള്ള യാത്രകൾക്ക് നിങ്ങൾക്കൊരു കാർ വേണം. സോ നിങ്ങളിപ്പോൾ ഒരു കാർ വാങ്ങുന്നത് ഒരു അനാവശ്യ ചിലവല്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നത് നിങ്ങളുടെ ജീവിത സാഹചര്യം അനുസരിച്ചായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അനാവശ്യ ചിലവുകൾ ഒഴിവാക്കാനും പറ്റും, നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ട് പോകാനും പറ്റും. നിങ്ങളുടെ വീട്ടിൽ തന്നെ ചുറ്റും നോക്കുക. നിങ്ങളുടെ വീട്ടിൽ ഇപ്പം നിങ്ങൾ ഉപയോഗിക്കാത്ത, പക്ഷേ നിങ്ങൾ കുറച്ചധികം കാശ് കൊടുത്ത് വാങ്ങിയ എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ വീട്ടിലുണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 3-4 ജോഡി ഷൂ ഇരിക്കുന്നുണ്ടാവും. അതിൽ ഒരെണ്ണം നിങ്ങൾ ശ്രദ്ധിക്കാറേ ഇല്ല, അതവിടെ ആ റാക്കിൽ ഇരിക്കുന്നുണ്ട്, നിങ്ങളത് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഒരു ഉദാഹരണത്തിന് അതിനൊരു 2000 രൂപ വിലയുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ പർച്ചേസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ കാശ് നിങ്ങൾക്ക് വേറെ എന്തിനെങ്കിലും എടുത്ത് ഉപയോഗിച്ചൂടെ? നിങ്ങൾക്കൊരു 10 സിനിമയ്ക്ക് പോകാമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഷർട്ട് എടുക്കാമായിരുന്നു, ജീൻസ് എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന മറ്റെന്തെങ്കിലും കാര്യത്തിന് ഈ ക്യാഷ് എടുത്ത് ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റിയില്ല, ആ ക്യാഷിന് വാങ്ങിയ സാധനം അവിടെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ചെറിയ എക്സാമ്പിളാണ്. ഇതിനേക്കാളും വിലയുള്ള പല സാധനങ്ങളും നിങ്ങളുടെ വീട്ടിലിരിക്കുന്നുണ്ടാവും, നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല. ആ കാശാണ്, അതായത് ഇങ്ങനെ ഉപയോഗമില്ലാത്ത സാധനങ്ങൾ വാങ്ങാൻ നിങ്ങൾ ചിലവാക്കുന്ന ആ കാശാണ് നിങ്ങൾക്ക് ഈ 100 ഡേ റൂൾ ഉപയോഗിച്ചിട്ട് ലാഭിക്കാൻ പറ്റുക. അപ്പോൾ വലിയ പർച്ചേസുകൾ വരുമ്പോൾ ഈ ഒരു ചോദ്യം സ്വയം ചോദിക്കുന്നത് നന്നായിരിക്കും. കുറേ പണം അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകൾക്ക് ഇത് ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ യൂട്ടിലിറ്റി പേയ്മെൻറ്റ്സിന് SAB മിറർ പ്ലസ് ആപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഓൺലൈനായിട്ട് അക്കൗണ്ട് തുടങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ യൂട്ടിലിറ്റി പേയ്മെൻറ്റ്സ് നിങ്ങൾക്ക് ചെയ്യാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടു നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. സോ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.